അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഖിറാൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ എൻ്റെ സെമിനാർ അവതരിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ ഫത്വയിൽ മൊയ്ൻ മറ്റു കിതാബുകളിലെല്ലാം പ്രമുഖ പണ്ഡിതന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖിറാലിൻ്റെ ഇസ്ലാമിനെ അടിസ്ഥാനമാക്കി ഖിറാൽ ഇസ്ലാമിൻ്റെ രൂപത്തിൽ ഖിറാൽ എങ്ങനെ നമുക്ക് കച്ചവടം ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇസ്ലാംപരമായി ഖിറാലിനെ എങ്ങനെ ഇസ്ലാമിൻ്റെ രീതിയിൽ കച്ചവടം ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖിറാൽ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ, അതിലൊരു വ്യക്തി പൈസ ഇറക്കി ആ പൈസ ഉപയോഗിച്ച് മറ്റേ വ്യക്തി കച്ചവടം നടത്തി ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭം രണ്ടുപേരും വീതിച്ചെടുക്കുന്ന ഒരു കച്ചവട രീതിയാണ് ഖിറാൽ എന്ന് പറയുന്നത്. ഖിറാൽ ഇസ്ലാം അടിസ്ഥാനമാക്കി ഖിറാൽ ധാരാളം പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാക്കി ഖിറാലിൽ ഒരുപാട് ഫത്വകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ലാഭത്തിൽ രണ്ടുപേരും പങ്കാളികളാണെന്ന വ്യവസ്ഥ അടിസ്ഥാനമാക്കി അങ്ങനെ ഒരു വ്യവസ്ഥ പ്രകാരം കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്ന ലാഭക്കൂർ കച്ചവടമാണ് ഖിറാൽ എന്ന് പറയുന്നത്. കലർപ്പില്ലാത്ത നാണയം കൊണ്ടാണെങ്കിൽ ഈ ഖിറാൽ സാധുവാകുന്നതാണ്. ലാഭം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാലും ജോലി ക്ലിപ്തമല്ലാത്തതിനാൽ വഞ്ചനയുണ്ടാവാൻ സാധ്യതയുള്ളതിനാലുമാണ് മറ്റുള്ളതിൽ ഖിറാൽ സാധുവല്ലാത്തത്. ആവശ്യം പരിഗണിച്ചാണ് ഇത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ സാധാരണ വിനിമയം നടത്തപ്പെടുന്ന മുദ്രണം ചെയ്ത നാണയത്തിൽ മാത്രമേ ഇത് അനുവദനീയമാവുകയുള്ളൂ. നാണയത്തിൻ്റെ മൂല്യം ഉടമസ്ഥൻ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ലാഭക്കൂർ കച്ചവടം നടത്താം. നാണയം എന്ന് പറഞ്ഞതുകൊണ്ട് ചരക്കുകളും കലർപ്പില്ലാത്തത് എന്നതുകൊണ്ട് മിശ്രിത നാണയവും പറ്റില്ലെന്ന് ഉറപ്പായി. ചരക്ക് പൈസയാണെങ്കിൽ പോലും അത് ഖിറാലുമായി ചരക്ക് കച്ചവടം നടത്താൻ സാധിക്കുകയില്ല. ഇനി മിശ്രിതം എത്രയുണ്ടെന്ന് അറിവുണ്ടെങ്കിലും ഈ ഖിറാൽ പരസ്പരം ലഭിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലും ഖിറാൽ നടത്താൻ പാടില്ല. അതുകൊണ്ട് ഇടപാട് നടത്തൽ സാധ്യമായാലും മുദ്രണം ചെയ്ത നാണയം എന്ന് പറഞ്ഞതുകൊണ്ട് നാണയമല്ലാത്ത സ്വർണം, വെള്ളിക്കട്ടി, ഇതൊക്കെ ഇങ്ങനെ സ്വർണത്തിൻ്റെ ആഭരണം, വെള്ളി ആഭരണം, ഇവയൊക്കെ ഖിറാലിന് വെക്കാൻ പറ്റില്ല, ഖിറാലിന് കൊടുക്കാൻ പറ്റില്ല. ഇപ്പറഞ്ഞവയിലൊന്നും ഖിറാൽ സാധുവാകുകയുമില്ല. അതുപോലെ തന്നെ ഈ ഖിറാൽ മറ്റേതിലെങ്കിലും ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളി, സ്വർണം ഇത് മറ്റേതിലെങ്കിലും ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിലും ഈ മിശ്രിത നാണയം കൊണ്ട് ഖിറാൽ നടത്താമെന്ന് അഭിപ്രായമുണ്ട്, ഇങ്ങനെ ലയിച്ചു ചേർന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇമാം ജുർജാനി റളിയല്ലാഹു അൻഹു പ്രകാരം പറഞ്ഞിട്ടുണ്ട്, പ്രസ്തുത നാണയം നാട്ടിൽ നടപ്പുള്ളതാണെങ്കിൽ മാത്രമേ അനുവദനീയമാകൂ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതേ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു മറ്റും ജുർജാനി റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ലാഭം മൂലധനത്തിൻ്റെ ഉടമയ്ക്കും ക്രയവിക്രയം നടത്തുന്നവനും കൂടിയായിരിക്കുമെന്ന വ്യവസ്ഥ പ്രകാരം മുതലുടമയുടെ ഭാഗത്തു നിന്നുള്ള ഈജാബ് കൊണ്ട് മാത്രമേ ഖിറാൽ സാധുവാവുകയുള്ളൂ. ഇന്നതിൽ നീയുമായി ഞാൻ ഖിറാൽ നടത്തി,
ഈ ഒരു സാധനത്തിൽ, ഈ ഒരു വസ്തുവിൽ ഞാൻ നീയുമായി ഖിറാദ് നടത്തി എന്നൊരു ഇന്നതിൽ നിന്നെ ഞാൻ ക്രയവിക്രയം നടത്തുന്നവനാക്കി. ഈ വെള്ളി വാങ്ങി നീ അതിൽ കച്ചവടം നടത്തുക. ലാഭത്തിൽ നാം രണ്ടുപേരും പങ്കാളികളാണ് എന്നൊരു വ്യവസ്ഥ അവിടെ വെച്ചുകൊണ്ട് പങ്കാളികളാണെന്ന നിലക്ക് നീ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. എന്നിവയെല്ലാം ഈജാബിന് ഉദാഹരണങ്ങളാണ്. ക്രയവിക്രയം നടത്തുന്നവൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ വാചികമായ വല്ലതും അതുപോലെ കബൂലുണ്ടായിരിക്കലും ഖിറാദ് സാധുവാകാൻ അനിവാര്യമാണ്. ഇത് വാങ്ങി ഇതിൽ നീ കച്ചവടം ചെയ്യുക എന്നിങ്ങനെയുള്ള കൽപ്പനാവാക്യങ്ങളിൽ പ്രവൃത്തി മുഖേനയുള്ള കബൂല് മതിയെന്ന അഭിപ്രായമുണ്ട്. വക്കാലത്തിലുള്ള പോലെ തന്നെ വക്കീൽ എന്നിവരെ പോലെ മൂലധനത്തിൻ്റെ ഉടമയും ക്രയവിക്രയം നടത്തുന്നവനും സാമ്പത്തിക കൈകാര്യത്തിന് അർഹനായിരിക്കൽ ഷർത്താണ്. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ക്രയവിക്രയത്തിൻ്റെ കാര്യത്തിൽ ക്രയവിക്രയം നടത്തുന്നവനും സാമ്പത്തിക കൈകാര്യത്തിന് അർഹതയിരിക്കലും ഷർത്താണ്. അതുപോലെ തന്നെ ലാഭം രണ്ടിലൊരാൾക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഖിറാദ് സാധുവല്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ ലാഭം പകുതി 1/3 എന്നിങ്ങനെ എത്രയെന്ന് അറിയപ്പെട്ടതായിരിക്കൽ ഷർത്താണ്. ലാഭം നമുക്ക് 2 പേർക്കും എന്ന വ്യവസ്ഥയിൽ ഒരു വസ്തു നമ്മൾ കച്ചവടം ചെയ്തു. അതിൽ ഒരു വ്യക്തി ഒരാൾ പൈസ ഇറക്കുകയും മറ്റൊരാൾ കച്ചവടം ചെയ്യുകയും ആ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമുക്ക് 2 പേർക്കും തുല്യമായി വീതിച്ചെടുക്കാം എന്നൊരു വ്യവസ്ഥ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ ഖിറാദ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഭം പകുതി 1/3 എന്നിങ്ങനെ എത്രയെന്ന് അറിയപ്പെട്ടതായിരിക്കൽ ഷർത്താണ്. ലാഭം നമുക്ക് 2 പേർക്കും എന്ന വ്യവസ്ഥയിൽ ഞാൻ നീയുമായി ഖിറാദ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ പകുതി ലാഭവിഹിതത്തിന് അർഹതയുണ്ടായിരിക്കും. ലാഭത്തിൻ്റെ 10/1, 6/1, 4/1 നിനക്ക് തരാമെന്ന വ്യവസ്ഥയിൽ നീയുമായി ഞാൻ ഖിറാദ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഖ്യക്ക് അതവിടെ നടപ്പിലാവും. ഇടപാട് സമയത്ത് 2 പേർക്കും അത് അറിയില്ലെങ്കിൽ ശരി. അറിയില്ലെങ്കിലും ശരി, അതത്രയുണ്ടാകുമെന്നറിയൽ എളുപ്പമുള്ള കാര്യമായതാണ് കാരണം. ലാഭത്തിൽ നിന്ന് 10 എന്നോ അല്ലെങ്കിൽ ഒരിനം ചരക്കിൻ്റെ, അതായത് ഉദാഹരണത്തിന് ഒരടിമയുടെ ലാഭമോ ഒരാൾക്ക് വ്യവസ്ഥ ചെയ്താൽ ഖിറാദ് സാധുവാവുകയില്ല. അതുപോലെ തന്നെ അസാധുവായ ഖിറാദിൽ ലാഭമില്ലെങ്കിലും ക്രയവിക്രയം നടത്തുന്നവന് സാധാരണ കൂലിക്ക് അർഹതയുണ്ട്. കാരണം നിശ്ചിത ലാഭവിഹിതം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അവൻ ജോലി ചെയ്തത്. ലാഭമുണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് 10 പകരം 12 വേണമെന്ന വ്യവസ്ഥ പ്രകാരം കച്ചവടത്തിന് പണം കൊടുക്കുന്ന നാട്ടുനടപ്പ് ശൈഖുന ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയതനുസരിച്ച് അസാധുവായ ഖിറാദിൽ പെട്ടതാണ്. ഈ ഇടപാടിൽ ആമിലിന് സാധാരണ കൂലിക്ക് മാത്രമേ അർഹതയുള്ളൂ. ലാഭനഷ്ടങ്ങളെല്ലാം ഉടമയ്ക്കായിരിക്കും. ധനത്തിലുള്ള ആമിലിൻ്റെ കൈവശാവകാശം വിശ്വസ്തയുടേതായിരിക്കും. എന്നിരിക്കെ ക്രയവിക്രയത്തിന് ഉടമ അനുവാദം നൽകിയ സ്ഥലം വിട്ടുപോകുന്നത് മൂലം ആമിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ, ഈ സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് ആമിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ സമ്പത്ത് നശിക്കുകയും ചെയ്താൽ, അതിൻ്റെ ആ ഒരു ആമിലിൻ്റെ സമ്പത്ത് നശിക്കുകയും ചെയ്താൽ അതിനുത്തരവാദിയാവുകയും എന്നും അദ്ദേഹത്തിൻ്റെ ഫത്വയിലുണ്ട്.
അസാധുവായ കിറാദിൽ ലാഭം മുഴുവൻ ഉടമയ്ക്ക് ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നെങ്കിൽ ആമിലിന് ശമ്പളം ഉണ്ടാവുകയില്ല. കാരണം അവനൊന്നും പ്രതീക്ഷിക്കാത്ത ജോലിയാണ് നിർവഹിച്ചത്. ഖിറാദ് അസാധുവാണെന്നും തനിക്ക് യാതൊരു കൂലിയും ഇതിൽ ഉണ്ടാവുകയില്ലെന്നും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ ഒന്നിനും അർഹനല്ലെന്നതും ന്യായയുക്തമാണ്. ഖിറാദ് അസാധുവാണെങ്കിൽ തന്നെയും ആമിലിന്റെ ക്രയവിക്രയം സാധ്യമാവും. ഖിറാദ് അസാധുവാണെങ്കിൽ തന്നെയും ആമിലിന്റെ ക്രയവിക്രയം സാധുവാകും. എങ്കിലും ഖിറാദ് അസാധുവാണെന്നറിഞ്ഞതിനു ശേഷം അതിലേർപ്പെട്ടതു അനുവദനീയമല്ല. എങ്കിലും ഖിറാദ് അസാധുവാണെന്ന് അറിഞ്ഞതും അതിനുശേഷം അതിലേർപ്പെട്ടത് അനുവദനീയമായില്ല. ചരക്കിന് പകരമാണെങ്കിലും ആമിൽ കൈകാര്യം ചെയ്യുന്നത് നന്മ പരിഗണിച്ചായിരിക്കണം. ഉടമയുടെ അനുവാദം കൂടാതെ സഹിക്കാൻ കഴിയാത്ത നഷ്ടത്തിന് വിൽക്കലും അവധിക്ക് കൊടുക്കാനും പാടുന്നതല്ല. ചിലവും അപകട ഭയവും ഇല്ലെങ്കിലും ഉടമയുടെ അനുമതിയില്ലാതെ ധനവുമായി കുറഞ്ഞ ദൂരയാത്ര പോലും ചെയ്യരുത്. അങ്ങനെ യാത്ര ചെയ്തു ദാനം നഷ്ടപ്പെട്ടാൽ അവൻ ഉത്തരവാദിയാവുക മാത്രമല്ല, അവൻ കുറ്റക്കാരൻ കൂടിയാവുന്നതാണ്. എന്നാൽ ഖിറാദ് അപ്രകാരം നിലനിൽക്കും. അവൻ യാത്ര ചെയ്തുകൊണ്ട് ദാനം നഷ്ടപ്പെട്ടാൽ അവൻ അതിന് ഉത്തരവാദിയാവുകയും ചെയ്യും. മാത്രമല്ല, അവൻ അതിന് കുറ്റക്കാരനാവുകയും ചെയ്യും. പക്ഷേ ഖിറാദ് അപ്രകാരം നിലനിൽക്കുകയും ചെയ്യും. ഉടമയുടെ സമ്മതത്തോടെയുള്ള യാത്ര അനുവദനീയമാവുന്നതാണ്. ഉടമയുടെ സമ്മതമുണ്ടെങ്കിൽ യാത്ര അനുവദനീയമാവുന്നതാണ്. എങ്കിൽ കടൽ യാത്ര വ്യക്തമായ അനുമതിയോടെ മാത്രമേ അനുവദനീയമാവുകയുള്ളൂ.